എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ എട്ടും ബലം നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ എവിടെയും നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലക്കനെന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻറ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം കമൻറ്റ് ആയിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും മുന്നോട്ടും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ നല്ല മനസ്സിനുടമകളെല്ലാം കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ബാലയുടെ കരള്, ലിവർ, ബാലയുടെ ഹൃദയം. ബാലയ്ക്ക് ഹൃദയം ഇല്ലല്ലോ. ബാലയും ബാലയുടെ കരളുമാണ് നമ്മുടെ പ്രശ്നം. ബാലയുടെ കരളിനെ ചൊല്ലിയിട്ട് ഇപ്പോൾ കുറച്ചധികം കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. ഈ ബാലയെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ബാല എന്ന് പറയുന്നത് ഒരു നടനാണ്. പുള്ളി സിനിമയിലും അഭിനയിക്കുന്നു, ജീവിതത്തിലും അഭിനയിക്കുന്നു, കാണുന്നിടത്തെല്ലാം അഭിനയിക്കുന്നു, യൂട്യൂബിൽ അഭിനയിക്കുന്നു, അഭിനയത്തോട് അഭിനയം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടാൻ യോഗ്യതയുള്ളൊരു മനുഷ്യൻ ഇദ്ദേഹമാണ്. അമ്മാതിരി അഭിനയങ്ങളാണ് പുള്ളി പലയിടത്തായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുള്ളി ഇതിനു മുമ്പ് ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൽ എലിസബത്ത് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പങ്കാളി ഇദ്ദേഹത്തിനെതിരെ കുറേ അലിഗേഷൻസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. അമ്മാതിരി ചള്ളപ്പുള്ള കേസൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അതിനകത്ത് വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷേ ഈ കരളിനകത്ത് എനിക്കൊരു താല്പര്യം തോന്നി. ആ കരളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എലിസബത്ത് ഫെബ്രുവരി 23 ബാലയുടെ കരളിന് ഒന്ന് മെൻഷൻ ചെയ്തു. അതായത് ബാലയ്ക്ക് കരൾ സംബന്ധമായ ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ കരൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതായത് കരൾ ഇവിടുന്ന് എടുത്ത് വേറൊരാളുടെ കരളെടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് ഇന്ത്യയിൽ ഓർഗൻ ഡൊണേഷൻ ഇല്ലീഗലാണ്. അതായത് പെയ്ഡായിട്ട്, ഓർഗൻ ഡൊണേഷൻ അല്ലല്ലോ, പെയ്ഡായിട്ട് മറ്റേ ഓർഗൻസ് വാങ്ങുന്നത്, കാശ് കൊടുത്ത് അവൻ്റെ ഓർഗൻ വാങ്ങിക്കുന്നത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. ഒരാൾക്ക് ദാനം ചെയ്യാൻ തോന്നി ദാനം ചെയ്യുന്നത് മാത്രമേ ഇന്ത്യയിൽ നിയമപരമായി സമ്മതിക്കുന്നുള്ളൂ. അപ്പോൾ എലിസബത്ത്, ഡോക്ടറായിട്ടുള്ള എലിസബത്ത് ഒരു പോസ്റ്റ് ഇട്ടതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ആൻഡ് ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്. ഹി ഹാഡ് പെയ്ഡ് ഫോർ ലിവർ, വാട്ട് ഐ ഹാവ് ടു ഡു വിത്ത് ഇറ്റ്. അതായത് എന്തുകൊണ്ടാണ് ബാല ആ കരളിന് പണം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാണ് എലിസബത്ത് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പെയ്ഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഈസ് പണിഷബിൾ ഒഫൻസ്, സോ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. അതായത് മറ്റേ പൈസ കൊടുത്തിട്ടുള്ള അവയവ ട്രാൻസ്ഫർ ഇന്ത്യയിൽ നിയമപരമായി അനുവദിക്കുന്നൊരു സാധനമല്ല. പിന്നെ എന്തിനാണ് ബാല ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് എലിസബത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ബാലയ്ക്ക് ഓൾറെഡി ലിവർ കൊടുത്ത ചേട്ടനിട്ട് ഇത് കയറി കൊണ്ടു. കാരണം നിയമത്തെ വെല്ലുവിളിക്കുന്നൊരു സാധനമായി ചെയ്തെന്നല്ല ഇതിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. പുള്ളിയുടെ സൈഡിൽ നിന്ന് കുറേ ന്യായീകരണങ്ങൾ പറഞ്ഞു. ഒരു ഇച്ചിരി പോലും സൗണ്ട് ക്ലിയർ അല്ല, എന്നാലും ഞാൻ കേൾപ്പിക്കാം, നിങ്ങൾ കേട്ടോ. സൈഡല്ല, അവർ പറഞ്ഞിട്ടും ചെയ്യുന്നതല്ല. എന്നെ കുറിച്ച് വീഡിയോയിൽ വന്നപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് അവിടെ സംസാരിക്കാനൊന്നുമില്ല. ലക്ഷങ്ങൾ കൊടുത്ത് മുടക്കി. എന്ത് ലക്ഷം? എനിക്കറിയാത്ത ലക്ഷം എന്താണ്? ഞാൻ ഇതുപോലും ചേട്ടൻ ഒരു രൂപ എൻ്റെ ഭാഗത്തോട് ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. ചേട്ടൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഒരിക്കലും ഇല്ലാന്ന് പറയില്ല. കുറേ കാര്യങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്ത കാര്യങ്ങളല്ലാണ്ട് എന്തൊക്കെയോ വിളിച്ച് സംസാരിക്കും ചേച്ചി. അപ്പോ ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. മനസ്സിലായല്ലോ. അതായത് ഈ പുള്ളി ഇത് ഇച്ചിരി ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ഈ വീഡിയോക്കകത്ത് മുഴുവനും പറയുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണം വാങ്ങിയിട്ടല്ല ചെയ്തത്, പക്ഷേ ബാല എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എലിസബത്ത് ചേച്ചി ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല. എലിസബത്ത് ചേച്ചി ലിവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ലിവർ ഊരി കൊടുക്കത്തില്ലായിരുന്നു, അവരുടെ ലിവറും കൊണ്ട് പോയേനെന്നൊക്കെ രീതിയിലാണ് ഈ ചേട്ടൻ വന്ന് പറയുന്നത്. ഈ ചേട്ടൻ്റെ പേര് ജേക്കബ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ലിവറുമായിട്ടുള്ള പ്രശ്നത്തിൽ ബാല, അതായത് ഈ ജേക്കബിൻ്റെ ലിവർ ഇപ്പോൾ ബാലയുടെ ലിവറിനകത്താണല്ലോ, ആ ലിവറും കൊണ്ട് ബാല വന്ന് കുറേ ലിവറേജ് ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞു. അത് നമുക്ക് കേൾക്കാം. ഞാനിത് സംസാരിക്കുന്നത് ജേക്കബിന് വേണ്ടിയാണ്. ജേക്കബ് ഒരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് സംസാരിക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് ഞാൻ വന്നു. ഒരിക്കലും അവൻ ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് വീഡിയോ അയച്ചിരുന്നു. അവൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ആയിപ്പോയി. ഇപ്പം ഇത് കണ്ടാൽ വേറെ ഒരു ഡൊണേഷൻ ചെയ്യാൻ, വേറെ ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന ഒരു ഡോണർ, അവരുടെ മനസ്സും സങ്കടപ്പെട്ടു പോകും, ഡിസ്കറേജ് ആവും, ജീവൻ നഷ്ടപ്പെട്ടു പോകും. മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർ തന്നെ ഇത് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ ക്രൈം. ദാറ്റ് വാസ് എ ക്രൈം.
അതായത് ബാല ഈ വീഡിയോയ്ക്കകത്ത് ഉടനീളം പറയുന്നത് പുള്ളി ഹൃദയമല്ലോ പുള്ളി ഇല്ലാത്ത സാധനം എനിക്ക് വരുന്നത്, ലിവർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ എലിസബത്ത് അങ്ങനെ പറഞ്ഞ്, എലിസബത്ത് ഇങ്ങനെ പറഞ്ഞ്, എലിസബത്ത് അവനെ നിരുത്സാഹപ്പെടുത്തി. ഈ ഒരു ജീവൻ രക്ഷിക്കുന്നവരെ നമ്മളിങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്, ഡോക്ടർ തന്നെ ഇത് ചെയ്യരുത്. അതായത് എലിസബത്ത് പറഞ്ഞ അലിഗേഷൻ ബാല ഈ ലിവർ തരുന്നതിന് പണം കൊടുത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പണം ഒരു കച്ചവടമാക്കി എന്നുള്ളതാണ് എലിസബത്ത് പറയുന്നത്. പക്ഷേ ഈ പണം കൊടുത്തോ ഇല്ലയോ എന്ന സാധനം ബാല പറയുന്നില്ല. ബാല അതിന് പകരം എലിസബത്ത് അങ്ങനെ പറഞ്ഞു, അത് ക്രൈമാണ്, ഒരു ഡോക്ടർ തന്നെ ഇങ്ങനെ പറഞ്ഞു, അത് ക്രൈമാണ്, അവരങ്ങനെ പറഞ്ഞു, അത് ക്രൈമാണ്. ഇത് തന്നെയാണ് ബാല തിരിച്ചും മറിച്ചും മുരുട്ടിയും പിരിച്ചും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ജേക്കബ് വന്നിട്ട് പണം തന്നിട്ടില്ല, പക്ഷേ മറ്റു പല സഹായങ്ങൾ ചേട്ടൻ എനിക്ക് തന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ലിവർ പണം കൊടുത്തിട്ടാണോ പണം കൊടുക്കാതെയാണോ എന്നുള്ള കാര്യത്തിന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പണം കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിന് വേണ്ടിയിട്ടാണ് പുള്ളിയുടെ ലിവർ വാങ്ങിയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇതിനകത്ത് കേസെടുക്കണം. ഇനി നമ്മൾ നേരെ വരുമ്പോഴത്തേനും എലിസബത്ത് മറ്റൊരു അലിഗേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അലിഗേഷൻ നമുക്ക് കേൾക്കാം. എന്തെങ്കിലും നമ്മളിപ്പോ പുള്ളിപ്പോ ഒരു 15 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറെ കഥകളുണ്ട്. അപ്പൊ അവനൊക്കെ ഇങ്ങനെ 55 വയസ്സുള്ള സ്ത്രീകളുമായിട്ടൊക്കെയാ കേട്ടിട്ട് ബെഡ്റൂമിൽ കേട്ടിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ചോദിക്കുമ്പോ എന്റെ അമ്മയെ പോലെയാണ്, എന്റെ ചേച്ചിനെ പോലെയാണ്, നിന്റെ അമ്മേനെ ഇങ്ങനെ കയറ്റി അങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ. അതായത് എലിസബത്ത് ഇവിടെ പറയുന്നത് ബാല ഒരു സ്ത്രീ ലംബടനും സാമൂഹിക വിരോധിയും ഇമ്മോറൽ ട്രാഫിക്കിൻ്റെ ആളുമാണെന്നാണ് പറയുന്നത്. ബേസിക്കലി 50 വയസ്സും ഉള്ള സ്ത്രീകളെ മുതൽ തീരെ ചെറുപ്പക്കാരായ സ്ത്രീകളെ വരെ, അതായത് വീട്ടിലെ സെർവൻസ് വരെ എല്ലാവരുമായിട്ടും ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടാൻ ബാലയ്ക്ക് ഒരു പ്രത്യേകമായ ദൊരയുണ്ടായിരുന്നു, പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു എന്നാണ് എലിസബത്ത് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി ബാലയുടെ ഒരു ക്യാരക്ടർ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിവിൽ തന്നെ 3-4 സ്ത്രീകളുമായിട്ട് ബാല ഇത്തരത്തിലുള്ളൊരു ബന്ധം പുലർത്തിയിട്ടുണ്ട്. കെട്ടിയോ കെട്ടാതെയോ കൂടെ താമസിച്ചോ എന്തോ. അപ്പം നമുക്കറിവില്ലാതെ എന്തോരം സ്ത്രീകളുമായിട്ട് മിംഗ്ലി ഉണ്ടെന്ന് നമുക്കറിയില്ല. അതവിടെ നിൽക്കട്ടെ. ഇതിന് ബാല മറുപടി പറഞ്ഞു. ബാല പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ഞാൻ ഇപ്പോൾ അധികം ശ്രദ്ധിക്കാറില്ല, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. 19 വയസ്സുള്ള സ്ത്രീയും ഞാൻ ബെഡ്റൂം കയറ്റും, അമ്മ പ്രായത്തിലുള്ളവരെയും ഞാൻ ബെഡ്റൂമിൽ കയറ്റും എന്നൊക്കെ പറയുന്നു. പോട്ടെ, പറയേണ്ടതെല്ലാം പറയട്ടെ, നോ പ്രോബ്ലം. നിയമമുണ്ട് ഇവിടെ നാട്ടിൽ. ഇതിൽ അടിസ്ഥാനം ഞാൻ കാണുന്നത്, ആർക്ക് പ്രശ്നമായാലും ആർക്ക് മെഡിക്കലോടെ അറ്റൻഷൻ വേണോ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാണ്ട് മീഡിയ അറ്റൻഷൻ അല്ല വേണ്ടത്. മീഡിയ അറ്റൻഷൻ അല്ല വേണ്ടത്. മീഡിയ അറ്റൻഷൻ വേണ്ടിയിട്ടല്ല അണ്ണൻ വന്നിട്ട് 250 കോടി എന്ന് പറഞ്ഞത് മീഡിയ അറ്റൻഷൻ വേണ്ടിയിട്ടല്ല. ദിസ് ഈസ് റാങ് എന്ന് പറഞ്ഞത് മീഡിയ അറ്റൻഷൻ വേണ്ടിയിട്ടല്ല. അണ്ണൻ ചെയ്യുന്ന ഒന്നും മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടല്ല എന്നാണ് അണ്ണൻ പറയുന്നത്. പക്ഷേ ഇതിനകത്തും ഈ 55 വയസ്സുള്ള സ്ത്രീകളുടെയും മറ്റ് വേലക്കാരിയുടെ പ്രശ്നവും, അതായത് വേലക്കാരിയെയും ഇങ്ങനെ വിളിച്ച് കയറ്റി ഇവർ ഗ്രൂപ്പായിട്ട് ചില അശ്ലീല കുൽസിത പ്രവർത്തനങ്ങൾ വേണ്ടി നടത്തിയിട്ടുണ്ടെന്നൊക്കെ എലിസബത്ത് പറയുന്നുണ്ടായിരുന്നു. അതിൽ ഈ ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ളത് എടുത്തിട്ടത് ബാല തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമല്ല. പക്ഷേ ഇവിടെയും ഈ എലിസബത്ത് പറയുന്ന വിഷയത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്താണ് ന്യായം, ഞാൻ നല്ലവനാണ് എന്ന് ബാല പറയുന്നില്ല. ഇതെന്തോ ആട്ടെ, ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ നിയമത്തെ ഇതാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതും എനിക്കും ബാല പേഴ്സണലായിട്ട് അറിയത്തില്ല, എനിക്ക് എലിസബത്തിനെയും പേഴ്സണലായിട്ട് അറിയത്തില്ല. ഇതിലാര് പറയുന്നതാണ് ശരിയെന്ന് അതുകൊണ്ട് നമുക്ക് അറിയാൻ യാതൊരു നിർവാഹവുമില്ല. ഇനി ബാല പറഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതായത് ഈ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒക്കെ വന്ന സമയത്ത് ബാല പറഞ്ഞ മറ്റൊരു കാര്യം. കുറച്ച് ബോധം ഉണ്ടെങ്കിൽ ഒരേ ഒരു ചോദ്യം ചോദിക്കാമല്ലോ. ആർക്കാ ബോധം? നമുക്കാ നിങ്ങൾക്കാ? ആർക്ക് ബോധമുണ്ട്? നമുക്കാണോ? നമുക്ക് ബോധമുണ്ട്. ചോദിക്ക്, കേൾക്കട്ടെ. എന്നെ ഇപ്പം അവകാശം, എന്നെ ഭർത്താവിനെ അവകാശപ്പെടുന്നവർ ഒപ്പിടാണ് വരേണ്ടത്, ലിവർ കൊടുക്കാണ് വരേണ്ടത്? ഭർത്താവിനെ സ്നേഹിക്കുന്നവർ ഒപ്പിടാൻ വരണോ ലിവർ കൊടുക്കാൻ വരണോ? അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. അപ്പോൾ ലിവർ കൊടുക്കുക എന്നൊക്കെ ഉള്ളവർ അത് ഒരാളുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. അതായത് ബാല പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എലിസബത്ത് ലിവർ തരാമെന്ന് പറഞ്ഞു, എന്നിട്ടും എന്തുകൊണ്ട് മറ്റൊരാളെ സമ്പത്ത് കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുത്ത് ലിവർ വാങ്ങി വെച്ചു എന്നാണ് എലിസബത്ത് ചോദിച്ചത്. അതിനുള്ള ഉത്തരവാണെന്നും പറയുന്നത് സ്നേഹമുള്ള ആൾ അയാളുടെ ലിവർ തരണ്ടേ, എന്തുകൊണ്ട് തന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ബാക്കി കേൾക്കാം. ജേക്കബ് എന്തിനാണ് ലിവർ തരണം? അത് ഞാൻ ആലോചിക്കുന്നത്, പുള്ളിക്കാരൻ എന്തിനും ലിവർ തരണം? പുള്ളിക്ക് എന്ത് കൊടുക്കാന്ന് പറഞ്ഞ് എന്തിനായിരിക്കും എന്തായാലും പുള്ളിയാകെ ലിവർ തന്നത്? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല പുള്ളി എന്തിന് ലിവർ കൊടുത്തു. ഇത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാർ കൊടുക്കാൻ തയ്യാറാകാത്ത സമയത്ത് പുള്ളി എന്തിനു കൊടുത്തു? സ്നേഹം, മനുഷ്യത്വം. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ജേക്കബ് എന്തിനാ എനിക്ക് ലിവർ തരണം? അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും. തലതിരിഞ്ഞ് പോകണം. ഇപ്പം തിരിഞ്ഞിരിക്കുന്ന തലകളെല്ലാം നേരെയാകാൻ ആ സാധനം സഹായിക്കുമെങ്കിൽ അത് പറയണം.
ഇപ്പോൾ അണ്ണനും അണ്ണനെ കുറിച്ച് പറയുന്നവരും അണ്ണൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ അണ്ണത്തിൻ്റെ തല തിരിഞ്ഞിരിക്കുകയാണ്. അണ്ണൻ പറഞ്ഞ് തിരിക്കുമ്പോൾ ആ തല നേരെ ആവുമെങ്കിൽ അണ്ണത് പറയണമെന്നേ ഞാൻ പറയും. അമ്മാതിരി തലതിരിഞ്ഞ സാധനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വേണ്ട ചൊല്ലുന്നുണ്ടാകണം, ബട്ട് കോടതിയെ നമ്മൾ ബഹുമാനി. കോടതിയെ ബഹുമാനിക്കുന്ന ആളാണ് മകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ എമൗണ്ടിനകത്ത് ഇൻഷുറൻസിനകത്ത് വെട്ടിത്തിരുത്തി ആ എമൗണ്ട് പിൻവലിച്ച് നിയമപ്രകാരം ഞാൻ എൻ്റെ മകൾക്ക് ഇത്ര രൂപയുടെ ഇൻഷുറൻസ് കൊടുത്തോളാമെന്ന് കോടതി പറഞ്ഞതിനകത്തുനിന്ന് അത് വെട്ടിത്തിരുത്തി മാറ്റിയെടുത്ത് ആ പൈസ മൊത്തം കൈക്കലാക്കിയ ആളാണ് കോടതിയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അണ്ണൊന്നും മിണ്ടാത്തതെന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ബാല പണം കൊടുത്ത് കിഡ്നിയല്ലോ തലച്ചോറുമല്ലോ ഹൃദയമാണോ അത് പുള്ളിക്കില്ല, ലിവർ മേടിച്ചു എന്ന് പറയുന്ന സാധനത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം 5 നയ പൈസ ഈ പുള്ളിക്കാരൻ പ്രൊമോഷൻ അല്ലാതെ കൊടുക്കില്ല. പുള്ളിയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമൃത അവൾ എൻ്റെ 250 കോടിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന്, എലിസബത്ത് അവൾ എൻ്റെ 250 കോടി കണ്ടിട്ട് എൻ്റെ കൂടെ വന്ന്. ഇനിയിപ്പോൾ കോകിലെ പറയുമെന്ന് അറിയത്തില്ല, ഏതായാലും പുള്ളി എല്ലാത്തിലും പറയുന്നത് ഞാൻ മറ്റേ ഉണ്ണിമൂന്നിനായിട്ട് പ്രശ്നമായപ്പോഴത്തേനും എൻ്റെ അക്കൗണ്ടിൽ 240 കോടി ഇருக்கு, ഉണ്ണിമൂന്നൻ എന്നെപ്പറ്റി നനച്ചു വെച്ചാറ് എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും പുള്ളിയുടെ അക്കൗണ്ടിൽ ഒരു 240 കോടിയെ കുറിച്ചിട്ടാണ് അണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ 240 കോടിയിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് പുള്ളിക്കാരൻ സുനാപ്പി മേടിച്ച് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തെങ്കിലും ആട്ടെ. ഇനി ഇതൊന്നുമല്ല മെയിനായിട്ടുള്ള വിഷയം. ഒരു യൂട്യൂബ് ചാനൽ, ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബാലയെ വെള്ളപൂശാൻ വേണ്ടി മാത്രമുള്ളൊരു ചാനൽ. കുറേ നാൾ ബിഗ് ബോസ് ആയിരുന്നു, അതിനുശേഷം ബാല ഇഷ്യൂ വന്നപ്പോഴത്തേനും ബാലയെ അറിഞ്ഞു വെളുപ്പിരി ഇമാതിരി കുമ്മായം പൂശിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സകല വീടുകളും വെളുക്കും. ഏതായാലും പുള്ളിക്കാരി പറയുന്നത് ഈ എലിസബത്തിന് മെൻ്റലി ഡിപ്രഷനാണ്, മെൻ്റലി സംഭവമാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എലിസബത്ത് തന്നെ എലിസബത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മെൻ്റൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെന്നൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ സംഭാഷണം ഞാൻ കേൾപ്പിച്ചു തരാം. If she was an angel, why would a guy live? പുള്ളിയുടെ വീട്ടിലാണ് ഇല്ലേ, എവിടുന്നാ ലീവ് ചെയ്തത്? At one point she says she is the one who left him. Anyway, it's clear she has some serious mental illness. Oh my god. അതായത് ഈ എലിസബത്ത് ഇത്ര നാൾ അലിഗേഷൻസുമായിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. എലിസബത്ത് പലതരത്തിലുള്ള അലിഗേഷനുമായിട്ട് വന്ന സമയത്ത് ഇവരെല്ലാവരും ശ്രമിക്കുന്നത് എലിസബത്തിന് മെൻ്റൽ ഇഷ്യൂ ആണ്, ആൾ ഡിപ്രഷനാണ്, ആൾ മെൻ്റലി സ്റ്റേബിൾ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ബാലയെ വെളുപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷേ മെൻ്റൽ ഹെൽത്ത് ക്ലിയർ അല്ലാത്ത ഒരാൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. ബാക്കി പറ. സൈക്കാട്രിയിൽ ഇതുണ്ടെന്നൊക്കെ, എനിക്കിത് ഡിപ്രഷൻ എടുക്കുന്നുണ്ട്, ഞാൻ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അത് ആക്ച്വലി സീരിയസ് മെൻ്റൽ ഇൽനെസ് തന്നെയാണ്, അത് മെൻ്റൽ ഇൽനെസ്സിൽ പെടാത്ത സാധനമൊന്നുമല്ല. സൈക്കാട്രിസ്റ്റ് തന്നെയാണ് അത് കാണുന്നത്. ഹൗ ക്യാൻ എ മാൻ ഓർ വുമൻ. അപ്പോൾ ഇതാണ് എലിസബത്ത് പറഞ്ഞ സാധനം. ഇത് വെച്ചിട്ടാണ് ഈ കസ്തൂരി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്നോ ഒരു കമൻറ്റ് ബോക്സിലെല്ലാം എലിസബത്തിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ട്. എലിസബത്തിനെ കുറിച്ച് ബാലയുമായിട്ട് ചേർന്ന് നിന്ന് മോശം അഭിപ്രായം പറയുന്നവരെല്ലാം പറയുന്നത് എലിസബത്തിൻ്റെ മെൻ്റൽ ഇൽനെസ് ആണ്, മെൻ്റലി പുള്ളിക്കാരി സ്റ്റേബിൾ അല്ല, അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നതെന്ന്. അല്ലാതെ ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്നല്ല പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബാലയെ വന്നിരുന്ന് വെള്ളപൂശ് എന്നൊരു ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. തന്റെ ചാനലിൽ പലതരം കാര്യങ്ങൾ ഈ പറയുന്ന എക്സ് ആയിട്ടുള്ള തന്റെ പാർട്ട്ണറിനെ കുറിച്ച്, അതും ഒരു ആക്ടറായിട്ടുള്ള ഒരു നടനായിട്ടുള്ള ഒരു അഭിനേതാവായിട്ടുള്ള സിനിമയിലൊക്കെ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ടുള്ള, അതെ, മലയാളികൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു നടനാണ് ബാല എന്ന് പറയുന്ന ഒരു നടൻ. ബാലയുടെ ഇമേജ് കളയാൻ വേണ്ടിയിട്ടാണെന്നൊന്നും ഞാൻ ഇനി പറയുന്നില്ല. കാരണം ബാലയ്ക്ക് അതിന് എവിടെയാണ് മിസ്റ്റർ ഇമേജ്? ബാലയ്ക്ക് ഇമേജ് എന്ന് പറയുന്നൊരു സാധനമില്ല. ആ സാധനം നമ്മളൊരു ചില്ലിൻ്റെ ഗ്ലാസ് ഒരു ഫ്ലാറ്റിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ വീണെങ്ങനെ ചെതറുമോ അതേപോലെ ബാലയുടെ ഇമേജ് എന്ന് പറയുന്ന സാധനം ചെതറിയിട്ടുണ്ട്. പുള്ളിക്കിപ്പോൾ ഇമേജ് പോയിട്ട് ഇമേജിൻ്റെ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ അത് തകർക്കേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി താറുമാറാണ് ആ സാധനം. ആ കുട്ടിക്കുള്ളതൊരു ഡിപ്രഷനാണ്, അതായത് ഒരു വളരെ വലിയൊരു പ്രോബ്ലം ആണത്. ആ പ്രോബ്ലം നേരിട്ടും അല്ലാതെയും അറിയാമെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് വേണ്ടത് ഒരു മെന്റൽ സപ്പോർട്ടാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടതൊരു മെൻ്റൽ സപ്പോർട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എലിസബത്തിനെതിരെ നിൽക്കുന്നവരെല്ലാം പറയുന്നത് എലിസബത്ത് മെൻ്റലി സ്റ്റേബിൾ അല്ലെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് അവരെല്ലാം ശ്രമിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പേ നമുക്ക് ഈ കുട്ടി പറയുന്ന ബാക്കി കാര്യങ്ങളോട് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താ പറയേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ അറിഞ്ഞൂടാത്ത ഒരു സിറ്റുവേഷനിൽ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, അസൂയ എന്നൊക്കെ പറയും. എലിസബത്തിന് അസൂയ ബാലയോട് എന്തിന് പറ? അതായത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മറ്റൊരാൾ സ്നേഹിക്കുന്നു, അതിനൊരു പൊസസീവ്നെസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അത് കൂടിക്കഴിഞ്ഞാൽ
നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്ന് വെച്ചാൽ അതായത് എലിസബത്തിൻ്റെ കൂടെ നിന്ന ബാല ഇപ്പം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിൽ അല്ലെങ്കിൽ സ്നേഹം പങ്കിടുമ്പോഴത്തേനും എലിസബത്തിന് അസൂയ അല്ലെങ്കിൽ പൊസസീവ്നെസ് എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പെണ്ണും ചെറുക്കനും താമസിക്കുന്നു, ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് താമസിക്കുന്നു, ലിവിങ് ടുഗദർ ആയിട്ട് തന്നെ വെച്ചു. അങ്ങനെ സമയത്ത് ഈ ലിവിങ് ടുഗദറിൽ നിന്ന് ഈ ചെറുക്കൻ ബ്രേക്ക് ചെയ്ത് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിച്ച് താമസിക്കുമ്പോൾ അവിടെ തോന്നുന്നത് പൊസസീവ്നെസ് എന്ന് പറയുന്ന സാധനമല്ല, അവൻ്റെ കപാലടിച്ച് പൊട്ടിക്കുള്ള ദേഷ്യമാണ് തോന്നുന്നത്. എന്നിട്ടും ഈ കുട്ടി ഇത്രയും നാൾ മിണ്ടാതിരുന്നത് തന്നെ വലിയ കാര്യം. ഇത് എലിസബത്തിനെ കൊണ്ട് പണ എന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് പറയിച്ചതാണ്. ആ കൊച്ചവിടെ മിണ്ടാതെ അതിൻ്റെ പടിയും നോക്കിയിരുന്നതാണ്. അപ്പം ബാല ഇവിടെ ഇരുന്ന് എനിക്കെതിരെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്, ആ ഗ്രൂപ്പോടെ തലവിയാറിന് എനിക്ക് തെരിയും, അന്ത ഗ്രൂപ്പ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ ചൊറിഞ്ഞ് കേൾപ്പിച്ചതാണ്. അപ്പോൾ കേൾക്കാൻ ബാല ബാധ്യസ്ഥനാണ്. വീഡിയോയിൽ എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ചാനലിൽ ഡോക്ടറാണെന്ന് പറയുന്നു. ശരിയാണ്, എലിസബത്ത് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എലിസബത്തിൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്നാണ്. അപ്പോൾ ഡോക്ടറാണെന്ന് പറയുന്നു. ആ പറയുന്ന മാത്രമല്ല, പുള്ളിക്കാരി MBBS ആണ്, ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അനുമാനം. ഇനി ചേച്ചിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി സെപ്പറേറ്റ് ടിക്കറ്റൊക്കെ എലിസബത്ത് വേണേൽ കാണിച്ച് തരുമായിരിക്കും. ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ലിവർ എടുത്ത് നമ്മുടെ ലിവർ എടുത്ത് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം, ഒരു പ്രോസസ്സിംഗ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന കുറച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന അറിയാവുന്ന ആൾക്കാർക്ക് ചോദിച്ചു നോക്കണം. കാരണം ഒരു ലിവറിനെ, അതായത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു സാധനത്തിനെ അല്ല, നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു അവയവത്തിനെയാണ് പറിച്ചു മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഒരു അവയവത്തിൻ്റെ അടുത്ത് മറ്റിടത്ത് വെക്കുകയാണ്. ഞാൻ വിചാരിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാവിൻ്റെ മാങ്ങ പറിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് കുത്തി വെക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചേ. എൻ്റെ പൊന്നു കുഞ്ഞ്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ ലിവർ എടുത്ത് മറ്റൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കുന്നതാണ്. ഈ കുട്ടിക്ക് തന്നെ അറിയില്ല ഈ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്. ഒരാളെ വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുകയാണ്. ഇതിനകത്ത് ബാലയാണോ തെറ്റുകാരൻ, എലിസബത്താണോ തെറ്റുകാരി എന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും ഒരു മയത്തിനൊക്കെ വെളുപ്പിക്കടേ. അതായത് അതിന് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ചുമ്മാതെ വന്ന് നിന്നിട്ട് ഞാൻ ലിവർ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. ഇത്ര ദിവസത്തെ എന്താ പറയുക ചെക്കപ്പ് ഉണ്ട്, മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, ഇത്ര നാളത്തെ ചക്കപ്പുഴുക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരുപാട് പ്രോസസ്സുണ്ട്, ഒരുപാട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ച് വെച്ച പോലെ അല്ല. നമ്മളെല്ലാം വിചാരിച്ച് വെച്ചിരുന്നത് എന്താ, നേരെ നമ്മൾ ആർക്കാണോ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അവിടെ പോയി നിൽക്കുക, നമ്മൾ ലിവറെ ചാടിപ്പോയി അവൻ്റെ ലിവറിൻ്റെ അവിടെ കയറിയിരിക്കട എന്ന് പറയുക എന്നാണ് നമ്മളെല്ലാം വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് ഒരുപാട് പ്രോസസ്സുണ്ട്, ഒരുപാട് പ്രക്രിയകളുണ്ട്, ഒരുപാട് ചെക്കപ്പുകളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ലിവറിനോട് നമ്മൾ ചുമ്മാ അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞാൽ ലിവർ ചാടി പോകത്തില്ല. മനസ്സിലായല്ലോ? അത് കാണുന്ന ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകളെല്ലാം ഇത് മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരെല്ലാം ഈ കുട്ടി പറയുന്നത് കേട്ട് മനസ്സിലാക്കണം. മാത്രമല്ല, ഒരാളുടെ ക്രിട്ടിക്കൽ സ്റ്റേജിനെ വെച്ചിട്ട് പലതരത്തിലുള്ള വീഡിയോയിൽ ഇരുന്ന എലിസബത്തിനോട് ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്ത് പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്തിനാണ് താങ്കളുടെ ചാനലിൽ ആകെപ്പാടെ എലിസബത്ത് എന്തിട്ടാലും എലിസബത്ത് ഒന്ന് തുമ്മിയ വരെ എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാളെ പറഞ്ഞ് മനസ്സിലാകത്തില്ലെങ്കിൽ അയാളങ്ങ് വെറുതെ വിടുകേ. ബാക്കി പറ, കേൾക്കട്ടെ. അതായത് എലിസബത്ത് ഉദയൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല മറിച്ച് കള്ളമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടി പറഞ്ഞതൊക്കെ ഫേക്ക് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബാലയെ പറഞ്ഞത് അല്ലെങ്കിൽ ആക്ടർ ബാലയെ പറഞ്ഞതിന് തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബാല പറയുന്ന സാധനങ്ങളൊക്കെ ശരിയാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകളുണ്ടോ? അല്ലെങ്കിൽ ഈ ബാല പറയുന്ന സാധനങ്ങളൊക്കെ ഭാവിയിൽ തെറ്റാണെന്ന് തോന്നുമ്പോഴത്തേനും നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ടും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഞാൻ കേൾക്കുമ്പോൾ എനിക്കതാ സത്യം തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്കതാണ് വിശ്വസനീയം തോന്നുന്നത്, ഞാൻ അതല്ല സംസാരിക്കുക, കുട്ടി അതല്ല സംസാരിക്കുക. ഈ തിരിച്ചെടുപ്പ് കേസൊക്കെ അപ്പം അങ്ങ് വിടുക. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെ തെളിവുകൾ ലഭിച്ചതിന് ശേഷമേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ രണ്ടുപേരും തെളിവുകൾ കാണിക്കുന്നില്ല. എലിസബത്തും എന്തൊക്കെയോ പറയുന്നു, ബാല എന്തൊക്കെയോ അതിന് മറുപടി പറയുന്നു. ഒരാളുടെ മാനസികാവസ്ഥ മുഴുവനായിട്ട് നിങ്ങൾ തളർത്തി റെഡിയാക്കി ആ ആളെ വളരെ മോശപ്പെടുത്തി. എന്തിനാ ഒരു പെൺകുട്ടി ഇത്രയും മോശത്തരം പറഞ്ഞു എന്ന തരത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞത്. ആ പെൺകുട്ടി ഇത്രയും വലിയൊരു സിറ്റുവേഷനിലൂടെ നടക്കുമ്പോൾ പെൺകുട്ടി പറഞ്ഞത് കറക്റ്റ് ആണോ ശരിയാണോ എന്ന് നോക്കാതെ നിങ്ങൾ പലതരത്തിലുള്ള റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്തു. നിങ്ങൾ പലരും പറഞ്ഞു അത് വെച്ചിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വ്യൂ കിട്ടുന്നത് കാര്യമായതുകൊണ്ട് കുറെ വഴക്ക് പറഞ്ഞും അല്ലെങ്കിൽ തെറി വിളിച്ചും തെറിപ്പാട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടും വീഡിയോ ഇട്ടതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതെ, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചേച്ചി യൂട്യൂബ് ചാനലിൽ ബാലയെ അനുകൂലിച്ച് വീഡിയോ ഇടുന്നത് ചക്കപ്പുഴുക്ക് കിട്ടാനും മാങ്ങ പറിക്കാനും വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. വ്യൂസിന് വേണ്ടിയിട്ടല്ല. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു വ്യൂസിന് വേണ്ടി ഇടുന്നു. ചേച്ചി ബാലയെ അനുകൂലിച്ച് വീഡിയോ ഇടുന്നത് പുണ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ്, വ്യൂസിന് വേണ്ടിയിട്ടല്ല. മിസ്റ്റർ, നമുക്ക് വ്യൂസിന് വേണ്ടിയിട്ടല്ലേ യൂട്യൂബിൽ കൊണ്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ താങ്കൾ എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവർക്ക് തോന്നുന്നല്ലേ പറഞ്ഞത്. ഈ തെറി വിളിക്കുന്ന ബോധമില്ലാത്തവരല്ല ഞാൻ പറയുന്നത്.
പക്ഷെ ഇതൊരു മനുഷ്യന്റെ ജീവിതത്തെ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താ പറയേണ്ടത്? ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു രണ്ടേ രണ്ട് തെളിവൊന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? ബാക്കി എല്ലാം പിടി എന്തെങ്കിലും ഒരു 2 തെളിവ്, അതായത് വാലിഡ് ആയിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള അതിപ്പോഴത്തെ ഇഷ്യൂവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ 2 തെളിവ് പറ്റുമെന്നുണ്ട്. ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് കാണണം. ബാക്കി പറ. മാത്രമല്ല, ഇനി ഞാനൊന്ന് എലിസബത്തിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ലിവർ ആണോ ലെങ്സ് ആണോ അത് ബ്ലഡ് ആണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത്? എനിക്കത് മനസ്സിലാവുന്നത്. നിങ്ങൾ ലിവർ കൊടുക്കാനാണോ ഉദ്ദേശിച്ചത്, ബ്ലഡ് കൊടുക്കാനാണോ ഉദ്ദേശിച്ചത്? ആക്ച്വലി നിങ്ങൾ ബ്ലഡ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങളുടെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു ഡോക്ടറാണ്. ആസ് എ ഡോക്ടർ നിങ്ങൾ ഒരു ബ്ലഡെങ്കിലും, ഒരു തുള്ളി ബ്ലഡെങ്കിലും ഈ പറയുന്ന നിങ്ങളുടെ പഴയ എക്സ് ആയിട്ടുള്ള ഹസ്ബൻഡിന് നിങ്ങൾ കൊടുത്തോ ഇല്ലയോ? കൊടുത്തോ? ഓക്കെ. ഈ എലിസബത്ത് അവരുടെ എക്സ് ആയിട്ടുള്ള ബാലയ്ക്ക് ഒരു തുള്ളി ബ്ലഡെങ്കിലും കൊടുത്തുവോ ഇല്ലയോ എന്ന് താങ്കൾക്കറിയാമോ? അതവരുടെ പേഴ്സൺ. ബാല വിളിച്ച് പറഞ്ഞോ? ബാലയായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടോ കുട്ടിക്ക്? അവർ ബ്ലഡ് കൊടുത്തോ, ഹൃദയം കൊടുത്തോ, അവരുടെ കൊടുത്തോ എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ. അത് അവർ തമ്മിലല്ലേ അറിയത്തുള്ളൂ. ഈ ഒരു ഡോക്ടറിനറിയാത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവരൊരു ഡോക്ടറാണ്, അവർക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് കുറച്ചും കൂടെ നല്ല രീതിക്ക് അറിയാനുള്ള സാധ്യതകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുമ്മാ വന്നിരുന്ന് വെള്ളപൂശാനായിട്ട് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഈ കുട്ടിയുടെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇല്ല, ഈ ബാല എലിസബത്ത് വിഷയത്തിൽ ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല, ഞാനത് തുടത്തു പോലും ഇല്ലായിരുന്നു. ഏതായാലും വെള്ളപൂശം നല്ലതാണ്, നടക്കട്ടെ. പൂശി ആ വെള്ളം എന്നുള്ളത് കറുപ്പാകരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? ബാലയാണോ, എലിസബത്ത് ആണോ, അതോ ഈ പറയുന്ന കുട്ടിയാണോ, അതോ വേറെ ആരെങ്കിലും പറയുന്നതാണോ? ഇതിലേതാണ് സത്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റൊരു ആയിട്ടാണ്. ബൈ.